ദൈവത്തിന് സ്തോത്രം. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ബഹുമാന്യരായ എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രാർത്ഥന എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണല്ലോ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെയും ചില കാര്യങ്ങൾ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു. 2 വേദഭാഗങ്ങൾ പ്രാരംഭമായിട്ട് വായിപ്പാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 18-1 വാക്യം. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് യേശു അവരോട് ഒരു ഉപമ പറഞ്ഞത്. ഫിലിപ്പിയാലേഖനം 4-6 വാക്യം. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കാത്രേ വേണ്ടത്. കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത് മടുത്തു പോകരുത്, പ്രാർത്ഥിക്കും. ജീവിതത്തിൽ പല വിഷയങ്ങൾ നമ്മെ അഭിമുഖീകരിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചാൽ ഉടനെ മറുപടി ലഭിച്ചില്ല എന്ന് വിചാരിച്ച് നിരാശപ്പെട്ടു പോകരുത്, മടുത്തു പോകരുത്. നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പിന്നെ ഉറപ്പിച്ചു പറയുന്നു, എല്ലാം ദൈവത്തെ അറിയിക്കുക അത്രേ വേണ്ടത്. നാം ദൈവത്തെ അറിയിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. ആ വിഷയങ്ങൾ നമ്മൾ ദിവസങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെയും ദൈവം പ്രവർത്തിച്ച ചില പ്രവർത്തനങ്ങളെക്കുറിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു. എസ്തേറിൻ്റെ പുസ്തകം 2-ാം അധ്യായം 17 വാക്യം വായിക്കുന്നു. രാജാവ് എസ്തേറിനെ സകല സ്ത്രീകളെക്കാളും അധികം സ്നേഹിച്ചു. സകല കന്യകമാരിലും അധികം കൃപയും പക്ഷവും അവളോട് തോന്നിയിട്ട് അവൻ രാജകിരീടം അവളുടെ തലയിൽ വെച്ചു, അവളെ വസ്തിക്ക് പകരം രാജ്ഞിയാക്കി. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് മെദിയ പാർസ്യ സാമ്രാജ്യത്തിൻ്റെ സാമ്രാട്ടായിരിക്കുന്ന അഹശ്വേരോശ് രാജാവ് എസ്തേറിനെ വിവാഹം കഴിച്ച ഒരു വിവരമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലോക ചരിത്രത്തിൽ ബാബേൽ സാമ്രാജ്യം ഇറാഖ് തലസ്ഥാനമാക്കി വലിയൊരു സാമ്രാജ്യം ലോകത്തിലുണ്ടായിരുന്നു. ചില വർഷങ്ങൾക്ക് ശേഷം ആ സാമ്രാജ്യത്തെ നീക്കിയിട്ട് ഇറാൻ തലസ്ഥാനമാക്കി മെദിയ പാർസി സാമ്രാജ്യം ഉടലെടുത്തു. ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. വിശുദ്ധ ബൈബിളിൽ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ സാമ്രാജ്യത്തിൽ പല രാജാക്കന്മാർ, മെദിയ പാർസ്യ സാമ്രാജ്യത്തിൽ പല രാജാക്കന്മാർ ഭരിച്ചു. അഹശ്വേരോശ് രാജാവിൻ്റെ കാലഘട്ടത്തിൽ വന്നപ്പോൾ നടന്ന ഒരു സംഭവമാണ് നമ്മളിന്ന് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. എസ്തേർ എന്ന് പറയുന്ന ഈ സ്ത്രീ യഹൂദ സ്ത്രീയാണ്. എസ്തേറിൻ്റെ ചരിത്രം നമുക്ക് എസ്തേറിൻ്റെ പുസ്തകം 2-ാം അധ്യായം 5 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ശൂസൻ രാജധാനിയിൽ ബെന്യാമിനായ കീസിൻ്റെ മകനായ ഷിമയുടെ മകനായ യായിരിൻ്റെ മകൻ മൊർദെഖായി എന്നു പേരുള്ള ഒരു യഹൂദനുണ്ടായിരുന്നു. ബാബേൽ രാജാവായ നെബൂഖദ്നേസർ പിടിച്ചുകൊണ്ടുപോയ യഹൂദ രാജാവായ യൊഹന്യാവോടുകൂടെ കൊണ്ടുപോയിരുന്ന പ്രവാസികളുടെ കൂട്ടത്തിൽ അവനെയും യെരൂശലേമിൽ നിന്ന് കൊണ്ടുപോയിരുന്നു. അവൻ തൻ്റെ ചിറ്റപ്പൻ്റെ മകളായ എസ്തേർ എന്ന ഹദസ്സയ്ക്ക് അമ്മയപ്പന്മാരില്ലായകൊണ്ട് അവളെ വളർത്തിയിരുന്നു. ഈ യുവതി രൂപവതിയും സുമുഖിയുമായിരുന്നു. അവളുടെ അപ്പനും അമ്മയും മരിച്ച ശേഷം മൊർദെഖായി അവളെ തനിക്ക് മകളായിട്ടെടുത്തു. ഇവിടെ എസ്തേറിൻ്റെ ജീവചരിത്രത്തിൻ്റെ ആദ്യ ഭാഗമാണ് നാം വായിച്ച് കേട്ടത്. എസ്തേർ ജനിച്ച ശേഷം അവളുടെ പിതാവും മാതാവും ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അവളുടെ വീട് നഷ്ടപ്പെട്ടു പോയി, അവളുടെ രാജ്യം നഷ്ടപ്പെട്ടു പോയി. ബാബേൽ സാമ്രാജ്യം വന്ന് യഹൂദ രാജ്യത്തെ കീഴടക്കിയപ്പോൾ അടിമകളായി പിടിച്ചുകൊണ്ട് വന്നിരുന്ന
ഇസ്രായേൽ മക്കളുടെ കൂട്ടത്തിൽ ഉള്ള ഒരു കുടുംബത്തെക്കുറിച്ചാണ് നാം വായിച്ച് കേട്ടത്. ഒരു പെൺകുട്ടി ജനിക്കുമ്പോൾ അവൾക്ക് സ്വന്തം രാജ്യമില്ലെങ്കിൽ, സ്വന്തം വീടില്ലെങ്കിൽ, സ്വന്തം അപ്പനില്ലെങ്കിൽ, സ്വന്തം അമ്മയില്ലെങ്കിൽ അവളുടെ ഭാവി എന്തായിത്തീരും എന്നൊരു ചോദ്യചിഹ്നമാണ്. ലോകപ്രകാരം നോക്കുമ്പോൾ അവളുടെ ജീവിതത്തിന് ഒരു ഉയർച്ചയ്ക്ക് സാധ്യതയില്ല. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച ഒരു സാഹചര്യത്തിലാണ് എസ്തർ വളർന്നു വരുന്നത്. എസ്തറിൻ്റെ കസിൻ മൊർദെഖായി ഈ യുവതിയെ, ഈ പെൺകുട്ടിയെ തൻ്റെ മകളായി വളർത്തിക്കൊണ്ടുവന്നു. ഇന്ന് നാം ചിന്തിക്കുന്നത്, ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ഒരാളുടെ ജീവിതത്തിൽ വരുമ്പോൾ അവിടം കൊണ്ടെല്ലാം അസ്തമിക്കുമോ എന്നാണ് നമ്മുടെ പ്രധാന ചിന്താവിഷയം. ദൈവത്തിന് നമ്മുടെ സ്ഥിതി മാറ്റുവാൻ കഴിയുമോ? നോക്കുക, ലോകപ്രകാരം യാതൊരു സാധ്യതയുമില്ലാത്ത, ഒരു ഉയർച്ചയും ലഭിക്കാൻ സാധ്യതയില്ലാത്ത ഒരു പെൺകുട്ടി ആ തലമുറയിലെ ഒരു സാമ്രാജ്യത്തിൻ്റെ സാമ്രാട്ടിൻ്റെ ഭാര്യയായി, രാജ്ഞിയായി തീർന്ന ചരിത്രമാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. നമ്മുടെ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. ഒരു സാധ്യതയുമില്ല എന്ന് വിചാരിച്ച് നമ്മൾ നിരാശപ്പെട്ട് പലപ്പോഴും പലതും എഴുതിത്തള്ളാറുണ്ട്. എന്നാൽ ദൈവത്തിന് അവിടെ പ്രവർത്തിക്കാൻ കഴിയും. ഉടുപ്പിനെക്കുറിച്ച് വിചാരപ്പെടുന്നതിനെക്കുറിച്ച് കർത്താവ് പറഞ്ഞ കാര്യമാണ് ഇന്ന് നമ്മൾ അല്പകാര്യം ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. വയലിലെ താമരയെ നിങ്ങൾ നോക്കുക. ദൈവത്തിൻ്റെ കരുതൽ പഠിപ്പിക്കാൻ വേണ്ടി ഉദാഹരണമായി പറഞ്ഞ ഒരു ഭാഗമാണ്. കറുത്ത ചെളിക്കകത്തുനിന്ന് മനോഹരമായ ഒരു പുഷ്പം ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ നിൻ്റെ ജീവിതം എത്ര മനോഹരമാക്കുവാൻ ദൈവത്തിന് കഴിയും എന്നാണ് കർത്താവ് പഠിപ്പിച്ചത്. ശലോമോൻ പോലും അവൻ്റെ മുഴുവൻ മഹത്വത്തിലും വെയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല. ഏറ്റവും അധികം ചമഞ്ഞ് ഒരുങ്ങി നടന്ന വലിയ പ്രതാപശാലിയായിരുന്ന രാജാവായിരുന്നു ശലോമോൻ. ലോകത്തിലെ അനേക രാജാക്കന്മാരും രാജ്ഞികളും ശലോമോൻ്റെ ജ്ഞാനം കേൾക്കുവാൻ വന്ന് അനേക സമ്മാനങ്ങൾ കൊടുത്തത് ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്ര വലിയ മനുഷ്യൻ കർത്താവ്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു താമരയുമായി ഉപമിച്ചത് ശലോമോനെ. എന്നിട്ട് കർത്താവ് പറയാം, ശലോമോൻ പോലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല. നോക്കുക, അപ്പോൾ ദൈവം എന്തുമാത്രം മനോഹരമാക്കി എന്നാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. എന്താണ് കർത്താവ് ഇതിലൂടെ ഉദ്ദേശിച്ചത്? നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് മനോഹരമാക്കുവാൻ കഴിയും. ഏതോ സാഹചര്യത്തിലും നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് മാറ്റുവാൻ കഴിയും. നാം ജനിച്ച സാഹചര്യത്തെ ഓർത്ത് പലപ്പോഴും നിരാശപ്പെടാറുണ്ട്. നമ്മുടെ ശരീരത്തിലെ രോഗത്തെ ഓർത്ത് നിരാശപ്പെടാറുണ്ട്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന നഷ്ടങ്ങളെ ഓർത്ത് നിരാശപ്പെടാറുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ പ്രത്യേകത, ഇതിനകത്തൂടെ തന്നെ ദൈവത്തിന് വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും. അപ്പം ഈ താമരയെ ദൈവത്തിന് മനോഹരമാക്കുവാൻ കഴിയുമെങ്കിൽ എൻ്റെ പശ്ചാത്തലം കറുത്ത ചെളിയാണെങ്കിൽ, ഒരു പ്രതീക്ഷയില്ലാത്ത സ്ഥലമാണെങ്കിൽ അവിടെ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുമെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ സാഹചര്യമൊന്നും ദൈവത്തിന് വിഷയമല്ല. അതാണ് എസ്തേറിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. എസ്തേറിൻ്റെ ജീവിതം നോക്കിയാൽ ഒരിക്കൽ പോലും ഒരു നല്ല ഭാവി ഉണ്ടാകത്തില്ല. കാരണം സ്വന്തമായ അപ്പനില്ല, അമ്മയില്ല, അനാഥ പെൺകുട്ടിയാണ്, സ്വന്തം വീടില്ല, സ്വന്തം രാജ്യമില്ല, അടിമ പെൺകുട്ടിയാണ്. എന്നാൽ ആ പെൺകുട്ടിയെ ഉയർത്തിയെന്ന് മാത്രമല്ല, അന്ന് സാമ്രാജ്യമാണ്. ഇന്ത്യ മുതൽ പടിഞ്ഞാട്ട് എത്യോപ്യ വരെയുള്ള
സാമ്രാജ്യമാണ് ഈ മേദ്യ പാർസ്യ സാമ്രാജ്യമെന്ന് നമുക്ക് കാണുവാൻ കഴിയും. എസ്തേറിൻ്റെ പുസ്തകം 1-ാം അധ്യായം. അഹശ്വേരോശ് രാജാവിൻ്റെ കാലത്ത് ഹിന്ദുദേശം മുതൽ കൂശ് വരെ 127 സംസ്ഥാനങ്ങൾ വാണ അഹശ്വേരോശ് ഇവൻ തന്നെ. ഹിന്ദുദേശം മുതൽ കൂശ് വരെ. അന്ന് 3 ഭൂഖണ്ഡങ്ങളാണ് അറിയപ്പെടുന്നതും ജനവാസമുള്ളതും: ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ്. അതിൽ ഏഷ്യയിലുള്ള രാജ്യമാണ് ഇന്ത്യ അഥവാ ഹിന്ദുദേശം. അത് കിഴക്കേറ്റമാണ്. ആഫ്രിക്കയിൽ അന്നറിയപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് കൂശ് അല്ലെങ്കിൽ എത്യോപ്യ. പടിഞ്ഞാറേ അറ്റമാണ്. അതാണ് അതിർത്തി പറഞ്ഞിരിക്കുന്നത്. ഹിന്ദുദേശം ഇന്ത്യ, കിഴക്കേറ്റം ഇന്ത്യ മുതൽ പടിഞ്ഞാറേ അറ്റം കൂശ് ദേശം വരെ, എത്യോപ്യ വരെയുള്ള രാജ്യങ്ങളെ പിടിച്ചടക്കി സംസ്ഥാനമാക്കി, ഒരു സാമ്രാജ്യമാക്കി. ആ സാമ്രാജ്യത്തിൻ്റെ സാമ്രാട്ടാണ് അഹശ്വേരോശ് രാജാവ്. അപ്പോൾ ഈ വലിയ സാമ്രാജ്യത്തിൻ്റെ ഒന്നാമത്തെ വനിതയായി, രാജ്ഞിയായി ഈ എസ്തേറിനെ ദൈവം തീർത്ത ചരിത്രമാണ് എസ്തേറിൻ്റെ പുസ്തകത്തിൽ പ്രധാനമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇതിലൂടെ എല്ലാം ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ആ ദൈവത്തിന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയും. ഇതെല്ലാം എഴുതി വച്ചിരിക്കുന്നത് നമുക്ക് വേണ്ടിയാണെന്ന് വിശുദ്ധ ബൈബിൾ പറയും. 1 കൊരിന്ത്യർ 9-ാം അധ്യായത്തിൽ പൗലോസ്ലീഹ പഴയ നിയമത്തിലെ കാര്യങ്ങൾ എന്തിനു വേണ്ടി എഴുതി വച്ചിരിക്കുന്നുവെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 9-ാം അധ്യായം 9-10 വാക്യങ്ങൾ. മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുത് എന്ന് മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ദൈവം കാളയ്ക്ക് വേണ്ടിയോ ചിന്തിക്കുന്നത് അല്ല, കേവലം നമുക്ക് വേണ്ടിയോ പറയുന്നത്? അതെ. ഉഴുന്നവൻ ആശയോടെ ഉഴുകയും മെതിക്കുന്നവൻ ഫലം കിട്ടുമെന്നുള്ള ആശയോടെ മെതിക്കുകയും വേണ്ടതാകിയാൽ നമുക്ക് വേണ്ടി എഴുതിയിരിക്കുന്നത് അത്രേ. ആവർത്തന പുസ്തകം 25-ാം അധ്യായം 4-ാം വാക്യത്തിൽ മോശയിലൂടെ ദൈവം ന്യായപ്രമാണം കൊടുക്കുമ്പോൾ പല പ്രമാണങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഒരു പ്രമാണം ഇതാണ്: കാള മെതിക്കുമ്പോൾ അതിന് മുഖക്കൊട്ട കെട്ടരുത്. ദൈവം കൊടുത്തൊരു പ്രമാണം. പഴയ നിയമത്തിലെ ആ വേദഭാഗം പൗലോസ്ലീഹ വ്യാഖ്യാനിക്കുകയാണ് പുതിയ നിയമത്തിൽ. 9-ാം അധ്യായം 1 കൊരിന്ത്യർ 9-ാം അധ്യായം 9-ാം വാക്യത്തിൽ അത് പഴയ നിയമത്തിലെ വേദഭാഗം ഉദ്ധരിച്ചുകൊണ്ട് ഇതെന്തിനാണ് എഴുതിയിരിക്കുന്നത്? ധാന്യങ്ങൾ പഴയ കാലങ്ങളിൽ മെതിച്ചുകൊണ്ടിരുന്നത് മൃഗങ്ങളെ ഉപയോഗിച്ചാണ്. ചെറിയ മെതിവണ്ടികൾ കെട്ടി അതിനുമ്പിൽ മൃഗങ്ങളെ കെട്ടി ധാന്യങ്ങൾ ഇതുകൊണ്ട് വന്ന് ഇട്ടിട്ട് അതിൻ്റെ പുറത്തുകൂടെ ചെറിയ വെയിറ്റ് കുറഞ്ഞ മെതിവണ്ടി കയറ്റി അത് മെതിക്കും. കാളകൾ അതിങ്ങനെ വലിച്ചുകൊണ്ട് അതിന് ചുറ്റും, ചക്കിൻ്റെ ചുറ്റും നടക്കുന്ന പോലെ നടന്ന് ഇത് മെതിക്കും. കുറച്ച് നടന്നു കഴിയുമ്പോൾ ഇത് കുടഞ്ഞ്, ഈ വൈക്കോൽ കുടഞ്ഞ് മാറ്റി ധാന്യങ്ങൾ തൂത്തെടുക്കും. പഴയ കാലങ്ങളിൽ അങ്ങനെയാണ് ചെയ്തത്. വിദേശ രാജ്യങ്ങൾ, തമിഴ്നാട്ടിലൊക്കെ അടുത്ത കാലം വരെ ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഇലക്ട്രിക് യന്ത്രങ്ങൾ വന്നതിന് ശേഷം ഇലക്ട്രിക് യന്ത്രങ്ങൾ കൊണ്ടാണ് കൊയ്യുകയും മെതിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അന്ന് കൃഷിക്കാർ കാളയെ ഉപയോഗിച്ച് മെതിവണ്ടിയിൽ കെട്ടി ധാന്യങ്ങൾ മെതിപ്പിക്കുമായിരുന്നു. നമുക്കറിയാം, കാളയുടെ സ്വഭാവം തിന്നുക എന്നുള്ളതാണ്. എപ്പോഴും അത് ചവച്ചുകൊണ്ടിരിക്കും.
വൈക്കോലോ പുല്ലൊക്കെ കിട്ടിയാൽ അത് പെട്ടെന്ന് തിന്നും. അതിനുശേഷം വീണ്ടും അത് അയവിറക്കും. അപ്പോൾ തിന്നുക എന്നുള്ള സ്വഭാവമാണ് കാളയ്ക്കുള്ളത്. പ്രത്യേകിച്ച് അതിനിഷ്ടമുള്ള സാധനമാണ് വൈക്കോൽ. ആ കാലഘട്ടങ്ങളിൽ ചില കൃഷിക്കാർ ഈ വൈക്കോൽ കാള തിന്നാതിരിക്കുവാൻ അതിൻ്റെ മുഖത്ത് കൊട്ട കെട്ടുന്ന പതിവുണ്ടായിരുന്നു. അപ്പോൾ ദൈവം പ്രമാണം കൊടുത്തപ്പോൾ കാളയെക്കൊണ്ട് നിങ്ങളിങ്ങനെ മെതിപ്പിക്കുമ്പോൾ അതിൻ്റെ മുഖത്തെ കൊട്ട കെട്ടരുത് എന്നൊരു പ്രമാണം കൊടുത്തു. എന്നാൽ പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് പൗലോസ്ലീഹായോട് വ്യാഖ്യാനിച്ചിരിക്കുന്നത് അതെന്തിനു വേണ്ടിയാണ് എഴുതി വച്ചിരിക്കുന്നത്? ദൈവം കാളയ്ക്ക് വേണ്ടി ചിന്തിച്ചാണോ എഴുതിയത്? പൗലോസ്ലീഹ പറയുന്നു അല്ല, കേവലം നമുക്ക് വേണ്ടി പറയുന്നു. അതെ, നോക്കുക, കാളയ്ക്ക് വേണ്ടി എഴുതി വച്ചിരിക്കുന്നത് പോലും നമുക്ക് വേണ്ടിയാണെന്നാണ് പൗലോസ്ലീഹ പരിശുദ്ധാത്മാവിലൂടെ ഇവിടെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അടുത്ത വാക്യത്തിൽ ഇങ്ങനെയാണ്: അതെ, ഉഴുന്നവർ ആശയോടെ ഉഴുകയും മെതിക്കുന്നവർ പദം കിട്ടുമെന്നുള്ള ആശയോടെ മെതിക്കുകയും വേണ്ടതായാൽ നമുക്ക് വേണ്ടി എഴുതിയിരിക്കുന്ന അത്രേ. അപ്പോൾ ഈ ദൈവത്തിൻ്റെ വായനത്തിൽ എഴുതിയിരിക്കുന്നതെല്ലാം നമുക്ക് വേണ്ടിയും കൂടെ. അപ്പോൾ ഇങ്ങനെ നമ്മൾ വ്യാഖ്യാനിക്കണം. ഇത് ആർക്കോ വേണ്ടി എഴുതി വെച്ചു എന്നല്ല ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഇതിനകത്ത് എഴുതിയിരിക്കുന്ന മുഴുവൻ വാഗ്ദത്തങ്ങളും നമുക്ക് വേണ്ടിയുള്ളതാണ്. ദൈവത്തിൻ്റെ മുഴുവൻ പ്രവൃത്തികളും നമുക്ക് വേണ്ടിയും കൂടെ ഉള്ളതാണ്. യേശുക്രിസ്തു ഇന്നലെ മാത്രമല്ല പ്രവർത്തിക്കുന്നത്, ഇന്നു മാത്രമല്ല പ്രവർത്തിക്കുന്നത്, എന്നേക്കും മാറ്റമില്ലാത്ത കർത്താവാണ്. ഇന്നലെ പ്രവർത്തിച്ച കർത്താവ് ഇന്ന് പ്രവർത്തിക്കുന്ന കർത്താവ് നാളെ പ്രവർത്തിക്കാൻ കഴിയും. മാറ്റമില്ലാത്ത ദൈവത്തെയാണ് വിശുദ്ധ ബൈബിളിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പൗലോസ്ലീഹ പറയുന്നത് കാളയ്ക്ക് വേണ്ടിയോ മാത്രമാണോ ദൈവം അന്ന് പ്രമാണം കൊടുത്തത്? അല്ല, എല്ലാ ദൈവമക്കൾക്കും അടിസ്ഥാന തത്വം മനസ്സിലാക്കുവാൻ വേണ്ടി ദൈവം തന്നിരിക്കുന്നതാണ്. അതിനുവേണ്ടി എഴുതി വച്ചിരിക്കുകയാണ്. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വാഗ്ദത്തം മുഴുവൻ നമുക്ക് വേണ്ടിയുള്ളതാണ്. ഞാൻ നിന്നെ ഒരു നാൾ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ലെന്ന് ദൈവം പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തം യോശുവായ്ക്ക് വേണ്ടി മാത്രമുള്ളതല്ല, നമുക്ക് വേണ്ടി എഴുതി വച്ചിരിക്കുന്നു. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് ഇസ്രായേൽ മക്കളോട് പറഞ്ഞിരിക്കുന്നത് അവർക്ക് വേണ്ടി മാത്രമല്ല, നമുക്ക് വേണ്ടിയുമാണ്. ഈ പുസ്തകത്തിലെ സകല വാഗ്ദത്തങ്ങളും നമുക്ക് വേണ്ടിയും കൂടെ ഉള്ളതാണ്. അതുകൊണ്ടാണ് വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായിത്തീരണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മൾ സംസാരിപ്പാനുള്ളത്, ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്ത ഈ പെൺകുട്ടിയെ ആ തലമുറയിൽ ഏറ്റവും വലിയ വനിതയാക്കി തീർക്കുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ, പിതാവേ, മാതാവേ, സഹോദര, സഹോദരി, കുഞ്ഞുങ്ങളെ നിങ്ങളുടെ ജീവിതത്തെ മാറ്റുവാൻ കഴിയും. എന്തുകൊണ്ടാണ് ഈ എസ്തേറിനെ ദൈവം ഉയർത്തുവാൻ കാരണം? എസ്തേർ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു സഹോദരിയായിരുന്നു. രാജ്യത്ത് വലിയൊരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ രാജാവിനോട് ചെന്ന് ഇവരെ അറിയിക്കുവാൻ തൻ്റെ വളർത്തച്ഛൻ മൊർദെഖായി പറഞ്ഞ സന്ദർഭത്തിൽ ആർക്കാണെങ്കിലും അപ്പോയിൻമെൻ്റ് ഇല്ലാതെ രാജാവിനെ കാണുവാൻ ആ കാലഘട്ടത്തിൽ അനുവാദമില്ല. കാരണം ഏതു സമയവും രാജാവിനെ വധിക്കുവാനുള്ള ശ്രമം എല്ലാ മണ്ഡലങ്ങളുമുണ്ട്. ഭാര്യമാർ ഭർത്താക്കന്മാരായിരിക്കുന്ന രാജാക്കന്മാരെ കൊന്നിട്ടുണ്ട്, മക്കൾ പിതാക്കന്മാരായിരിക്കുന്ന രാജാക്കന്മാരെ കൊന്നിട്ടുണ്ട്, സഹോദരന്മാർ അങ്ങനെയുള്ള രാജാക്കന്മാരെ കൊന്നിട്ടുണ്ട്, തൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന മന്ത്രിമാർ. അങ്ങനെ എപ്പോഴും ഭീതിയിലാണ് ഇവർ ജീവിച്ചുകൊണ്ടിരുന്ന തിരുവനന്തപുരം നമ്മളെ പഠിപ്പിക്കുന്നു, ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നു. ഭക്ഷണ സാധനത്തിനകത്ത് വിഷം കൊടുക്കാറുണ്ട്, പാനീയത്തിനകത്ത് വിഷം കൊടുക്കാറുണ്ട്. അതുകൊണ്ട് ആ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ പ്രത്യേകം ആളുകളെ നിയമിച്ച് അവർ ഭക്ഷിച്ചതിന് ശേഷം മാത്രമേ, അവർ കുടിച്ചതിന് ശേഷം മാത്രമേ ഇവർ കുടിക്കുകയും കഴിക്കുകയും ചെയ്യാറുള്ളൂ.
അതുകൊണ്ട് അപ്പക്കാരുടെ പ്രമാണി എന്നും മാനവാത്രന്മാരുടെ പ്രമാണി എന്നൊക്കെ നമ്മൾ ദൈവവചനത്തിൽ കാണുന്നു. അതുകൊണ്ട് അനുവാദമില്ലാതെ ആർക്കും രാജാവിൻ്റെ അടുക്കലേക്ക് ചെല്ലുവാൻ കഴിയുകയില്ല. എപ്പോഴും ഭീതിയിലായതുകൊണ്ട് അനുവാദമില്ലാതെ ആരെങ്കിലും കയറി വരുന്ന കാണുമ്പോൾ രാജാവ് ആരുണ്ട് അവിടെയെന്ന് ചോദിച്ചാൽ ഷണ്ണന്മാരെ, പട്ടാളക്കാരെവിടെ, തനിക്ക് കാവലുണ്ട്, പിന്നൊന്നും ചെയ്യില്ല, അവരെ വരുന്ന ആളുകളുടെ തലവെട്ടുകയാണ് ആ കാലഘട്ടങ്ങൾ. അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യമായിരുന്ന സന്ദർഭത്തിൽ യഹൂദ ജാതിയെ മുഴുവൻ കൊന്നുമുടിക്കുവാനുള്ള കൽപ്പന പുറപ്പെട്ടപ്പോൾ അതിനൊരു പരിഹാരത്തിന് വേണ്ടി യഹൂദ ജാതിയും മൊർദെഖായി ഉൾപ്പെടെ നിലവിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എസ്തേർ രാജ്ഞിയെ വിവരം അറിയിച്ചു. എസ്തേർ രാജ്ഞി പറയുന്നു, 30 ദിവസത്തേക്ക് എനിക്ക് അപ്പോയിൻമെൻ്റ് ഇല്ല, ഞാനെങ്ങനെ അവിടേക്ക് ചെല്ലും? എന്നാൽ ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ മതി. എസ്തേറിൻ്റെ പുസ്തകം 4-ാം അധ്യായം 15 മുതലുള്ള വാക്യം. അതിന് എസ്തേർ മൊർദെഖായിയോട് മറുപടി പറയാൻ കൽപ്പിച്ചത്, നീ ചെന്ന ശൂസിനുള്ള എല്ലാ യഹൂദന്മാരെയും ഒന്നിച്ചു കൂട്ടി നിങ്ങൾ 3 ദിവസം രാവും പകലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ എനിക്ക് വേണ്ടി ഉപവസിപ്പീൻ. ഞാനും എൻ്റെ ബാല്യക്കാലത്തുകൾ അങ്ങനെ തന്നെ ഉപവസിക്കും. പിന്നെ ഞാൻ നിയമപ്രകാരം അല്ലെങ്കിലും രാജാവിൻ്റെ അടുക്കൽ ചെല്ലും. ഞാൻ നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ. അങ്ങനെ മൊർദെഖായി ചെന്ന് എസ്തേർ കൽപ്പിച്ചതുപോലെയൊക്കെയും ചെയ്തു. നോക്കുക, ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയുള്ള പ്രതിസന്ധിയിൽ പ്രാർത്ഥിക്കുന്ന സ്ത്രീയായിരുന്നു. അപ്പോൾ അവളുടെ ജീവിതത്തെ ഉയർത്താൻ കാരണം അവളുടെ ജീവിതത്തിൽ രാജ്യം നഷ്ടപ്പെട്ടപ്പോൾ, വീട് നഷ്ടപ്പെട്ടപ്പോൾ, അപ്പൻ നഷ്ടപ്പെട്ടപ്പോൾ, അമ്മ നഷ്ടപ്പെട്ടപ്പോൾ അവൾ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ദൈവം അവളെ ഉയർത്തിയത്. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ രാജാവിൻ്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ അപ്പോയിൻമെൻ്റ് ഇല്ലെങ്കിൽ അവരെ കൊല്ലും. എന്നാൽ ഉപവസിച്ച് പ്രാർത്ഥിച്ച് 3-ാമത്തെ ദിവസം 5-ാം അധ്യായം 1 മുതലുള്ള വാക്യം, 3-ാം ദിവസം എസ്തേർ രാജവസ്ത്രം ധരിച്ചും കൊണ്ട് രാജധാനിയുടെ അകത്തെ പ്രാകാരത്തിൽ ചെന്നു രാജഗൃഹത്തിൻ്റെ നേരെ നിന്നു. രാജാവ് രാജധാനിയിൽ രാജഗൃഹത്തിൻ്റെ വാതിലിന് നേരെ തൻ്റെ സിംഹാസനം ഇരിക്കുകയായിരുന്നു. എസ്തേർ രാജ്ഞി പ്രാകാരത്തിൽ നിൽക്കുന്ന രാജാവ് കണ്ടപ്പോൾ അവനോട് കൃപ തോന്നി. തൻ്റെ കയ്യിലിരുന്ന പൊൻചെങ്കോൽ രാജാവ് എസ്തേറിൻ്റെ നേരെ നീട്ടി. എസ്തേർ അടുത്തിയെന്ന് ചെങ്കോലിൻ്റെ അഗ്രം തൊട്ടു. രാജാവോട് എസ്തേർ രാജ്ഞി, എന്തു വേണം? എന്താകുന്നു നിൻ്റെ അപേക്ഷ? രാജ്യത്തിൽ പാതിയോളമായാലും നിനക്ക് തരാമെന്ന് പറഞ്ഞു. നോക്കുക, അപ്പോയിൻമെൻ്റ് ഇല്ലാതെ ഒരാൾ അകത്തോട്ട് കയറുമ്പോൾ ആ ആളിനെ കൊല്ലാൻ രാജാവിന് അധികാരമുണ്ട്. ആ ആളിനെ കൊല്ലാതിരിക്കാൻ രാജാവിന് അവരെ സംരക്ഷിക്കുവാൻ കഴിയും. അതിന് രാജാവ് ചെയ്യുന്നത് തൻ്റെ കയ്യിരിക്കുന്ന പൊൻചെങ്കോൽ അവർക്ക് വേണ്ടി നീട്ടുമ്പോൾ ആ ആൾ വന്ന് അത് തൊടുമ്പോൾ അവർ സുരക്ഷിതരായിത്തീരും. അങ്ങനൊരു നിയമമാണ് ആ കാലഘട്ടത്തിലുള്ളത്. അപ്പോൾ അപ്പോയിൻമെൻ്റ് ഇല്ലാതെ കയറി ചെന്നാൽ കൊല്ലുന്ന നിയമമാണ്. എങ്കിലും അവൾ ഉപവസിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് കടന്നു ചെന്നപ്പോൾ അവൾക്ക് വേണ്ടി പൊൻചെങ്കോൽ നീട്ടി അവൾ അകത്തെ പ്രവേശിച്ചു, കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ നോക്കുക, ആ പ്രാർത്ഥിക്കുന്ന ആ സ്വഭാവം ഉണ്ടായിരുന്നുകൊണ്ടാണ് അവളുടെ ജീവിതത്തെ ഉയർത്തിയത്. ഇന്ന് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ ഉയർത്തണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം. നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ സ്ഥിതിയെ മാറ്റും. ഒരു സാധ്യതയുമില്ലാത്ത സ്ഥലത്ത് അവൾ പ്രാർത്ഥിച്ചുകൊണ്ട് കയറി ചെന്നു. തലപോകുന്ന വിഷയമാണെങ്കിലും അവൾക്കറിയാം, ഉപവസിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. അങ്ങനെ അവൾ കടന്നു ചെന്നപ്പോൾ പൊൻചെങ്കോൽ അവൾക്ക് വേണ്ടി നീട്ടി. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിപ്പാനുള്ളത്, നാം പ്രാർത്ഥിച്ചുകൊണ്ട് സ്റ്റെപ്പുകൾ വെക്കുമ്പോൾ നമുക്ക് വേണ്ടി അനുകൂലമായ ചെങ്കോലുകൾ നീട്ടുവാൻ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. നമ്മുടെ എല്ലാ മണ്ഡലത്തിലും ദൈവം പ്രവർത്തിക്കും. ഡോക്ടർമാർ പരിശോധിച്ചിട്ട് പറഞ്ഞു, ഈ രോഗം ഭേദമാകുകയില്ല. എന്നാൽ ഇന്ന് നിനക്ക് വേണ്ടി ഈ ചെങ്കോൽ ദൈവം നീട്ടുവാൻ പോവുകയാണ്. അറിയിക്കേണ്ടവരെ അറിയിച്ചോ എന്ന് പറഞ്ഞിരിക്കുകയാണ്. എല്ലാ പ്രതീക്ഷയും തീർന്ന സാഹചര്യത്തിലായിരിക്കും ഒരുപക്ഷേ പിതാവേ, മാതാവേ, സഹോദര, സഹോദരി, കുഞ്ഞുങ്ങളെ നിങ്ങൾ ഈ വചനം കേൾക്കുന്നത്. എന്നാൽ നിങ്ങൾ വിശ്വസിക്കുക, ദൈവത്തിന് കഴിയാത്തൊരു കാര്യമില്ല. ഏത് മണ്ഡലത്തിനും പ്രവർത്തിക്കാൻ കഴിയും.
കടബാധ്യതയുടെ നടുവിൽ എന്തു ചെയ്യണമെന്നറിയാതെ വീട് ജപ്തി ചെയ്തു പോകുമെന്നുള്ള നിലയിൽ നിരാശപ്പെട്ടിരിക്കുന്ന സഹോദര, സഹോദരി, പിതാവേ, മാതാവേ, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് വേണ്ടി ദൈവം ഇന്ന് അനുകൂലമായ ചെങ്കോൽ നീട്ടുവാൻ പോവുകയാണ്. ആർക്ക് വേണ്ടി? പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി. നിങ്ങളുടെ ഏത് മണ്ഡലത്തിലും ദൈവം പ്രവർത്തിക്കാൻ പോവുക. കുഞ്ഞുങ്ങളുടെ അഡ്മിഷൻ്റെ കാര്യങ്ങൾ, അവരുടെ വിവാഹ കാര്യങ്ങൾ, അവരുടെ തലമുറയുടെ കാര്യങ്ങൾ, എൻ്റെ കുടുംബത്തിലുണ്ടായിരിക്കുന്ന ഇന്നത്തെ പ്രതിസന്ധിയുടെ കാര്യങ്ങൾ, വിവാഹമോചനത്തിൻ്റെ വക്കിലേക്ക് കുഞ്ഞുങ്ങൾ നീങ്ങിയിരിക്കുന്ന വലിയ പ്രതിസന്ധിയുടെ കാര്യങ്ങൾ, നിങ്ങൾക്ക് താങ്ങുവാൻ കഴിയാത്ത, നിങ്ങൾക്ക് ചുമക്കുവാൻ കഴിയാത്ത വലിയ പ്രതിസന്ധിയിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണ്. എന്നാൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് അനുകൂലമായി കാര്യങ്ങൾ ദൈവം തീർക്കുവാൻ പോവുകയാണ്. അതുകൊണ്ട് നമ്മുടെ കർത്താവ് പറയുന്നു, മടുത്തു പോകരുത്, പ്രാർത്ഥിക്കുക, മറുപടിയുണ്ട്. എങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾ ഒന്നിച്ച് തിരുമുഖത്തേക്ക് നോക്കുന്നു. അവിടെ ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണെന്ന് അവിടെ ഞങ്ങളോട് സംസാരിച്ചല്ലോ. ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്ത, സ്വന്തമായി രാജ്യമില്ലാത്ത, സ്വന്തമായി വീടില്ല, മാതാപിതാക്കളില്ലായിരുന്ന എസ്തേർ, അനാഥയായ പെൺകുട്ടിയെ ആ തലമുറയിലെ ഏറ്റവും വലിയ വനിതയാക്കി തീർത്ത ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കറുത്ത ചെളിക്കകത്തുനിന്ന് മനോഹരമായി പുഷ്പം വിരിയിക്കുവാൻ കഴിയുന്ന ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കും. ഓരോ കുടുംബത്തിനു വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യണമേ. നിയമപ്രകാരമല്ലെങ്കിലും കർത്താവേ, എസ്തേറിന് വേണ്ടി അനുകൂലമായി ചെങ്കോൽ നീട്ടുവാൻ രാജാവിൻ്റെ ഹൃദയത്തിൽ പ്രവർത്തിച്ച ദൈവം ഇന്ന് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തർക്കും നിയമപ്രകാരമല്ലാത്ത പല കാര്യങ്ങളുണ്ട്. നാച്ചുറൽ നിയമപ്രകാരം അസാധ്യമാണ്. വൈദ്യശാസ്ത്രപ്രകാരം രോഗം ഭേദമാകുകയില്ലെന്ന് പറഞ്ഞു. ഏതു സമയം മരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. എന്നാൽ ആ നാച്ചുറൽ നിയമങ്ങൾക്ക് മീതെ പ്രവർത്തിക്കാൻ കഴിയുന്ന ദൈവം അവിടുത്തെ പൊൻചെങ്കോൽ പ്രാർത്ഥിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി നീട്ടി ഇന്ന് അത്ഭുതങ്ങളെ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബങ്ങളെ ഏൽപ്പിക്കുന്നു, ഓരോ വ്യക്തികളെ ഏൽപ്പിക്കുന്നു, ഓരോ വിഷയങ്ങളെ ഏൽപ്പിക്കുന്നു. ആരെല്ലാം ഏതെല്ലാം വിഷയങ്ങളാണ് ദൈവത്തിന് സമർപ്പിച്ചിരിക്കുന്നത്, അതാത് വിഷയത്തിൻ്റെ മറുപടി അതാത് സ്ഥലത്ത് അതാത് സമയത്ത് അവിടുന്ന് വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാ സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അസാധ്യമായതില്ല, ദൈവത്താൽ അസാധ്യമൊന്നുമില്ല.